സഞ്ജു ടെക് എന്ന യൂട്യൂബറിൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിലെ ഈ സിസ്റ്റം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. കാരണം ഞാൻ ഇതിനകത്ത് സഞ്ജു ടെക് എന്ന് പറയുന്ന ഇന്ത്യൻ പൗരനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, സഞ്ജു ചേട്ടൻ്റെ ആ ഒരു കാറ് പൂളി ഇഷ്യൂസൊക്കെ നേരിട്ടതിന് ശേഷം പുള്ളിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ശിക്ഷകൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? പുള്ളിക്ക് IDTRൽ ട്രെയിനിങ്ങിന് പോകണം, വണ്ടാനം മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി സർവീസിന് പോകണം, പിന്നീട് പുള്ളിയുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കുന്നു, കാറിൻ്റെ RC ഒരു വർഷത്തേക്ക് റദ്ദാക്കുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ അതിനുശേഷം എന്തൊക്കെയായിരുന്നു സ്വീകരിച്ചിരിക്കുന്നത്? പുള്ളിയുടെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കുന്നു. പിന്നെ ഇപ്പോൾ പുള്ളിയുടെ യൂട്യൂബിലുള്ള 7-8ഓളം വീഡിയോസൊക്കെ റിമൂവ് ആക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. എന്തോന്നടി ഇത് നടക്കുന്നത്? നിങ്ങൾ ആ ഒരു കുറച്ചൊരു ആദ്യത്തെ ഒരു 4 ശിക്ഷകൾ വരെ ഓക്കെ ആയിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ നടപടികൾ കാര്യങ്ങളൊക്കെയാണോ എല്ലാവരുടെ ഇതേ രീതിയിലൊക്കെ ഇവർ സ്വീകരിക്കാറുണ്ടോ? കാര്യം അത്രത്തോളം വലിയ മഹാപാപമാണല്ലോ, ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത, ഇന്ത്യയിലെ തീവ്രവാദികൾ പോലും ചെയ്യാൻ മടിക്കുന്ന അത്രയും വലിയൊരു ക്രൈമാണല്ലോ സഞ്ജു ടെക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജു ടെക്കിൻ്റെ അടുത്ത് ഇപ്പോൾ പല ആളുകൾക്കും ഒരു ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം സഞ്ജു ടെക്കിനിക്ക് എതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടും പല ആളുകൾക്കും. അപ്പം അങ്ങനെയുള്ള ഈ കലക്കവളത്തെ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിലൊരാളാണ് മന്ത്രി ഗണേഷ് കുമാർ. അപ്പം അയാൾ ഒരു സൈഡിൽ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പത്രമാധ്യമങ്ങളെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് വാർത്തകൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് അത് ചൂണ്ടിക്കാണിച്ചു എന്ന കാരണത്താൽ സഞ്ജു ടെക്കിക്കെതിരെയാണെങ്കിൽ ഇപ്പം വ്യക്തിവൈരാഗ്യം തീർത്തുകൊണ്ടിരിക്കുന്ന കുറേ ന്യൂസ് ചാനലുകളും അവിടുത്തെ കുറേ മാധ്യമ പ്രവർത്തകരുണ്ട്, അവർ മറ്റൊരു സൈഡിൽ. പിന്നെ സാധാരണക്കാരനൊരു നിയമം, അല്ലാത്തവർക്ക് മറ്റൊരു നിയമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന MVD മറ്റൊരു സൈഡിൽ. കാര്യം എന്താ, ഞാൻ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ IAS ഓഫീസറായിട്ടുള്ള ശ്രീ വെങ്കട്ടരാമൻ എന്ന് പറയുന്ന IAS ഓഫീസർ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളെ ഇടിച്ച് കൊന്നിട്ട് അയാളുടെ രോമത്തിൽ പോലും ഇവിടുത്തെ MVDയോ ഈ പറയുന്ന ഗണേഷ് കുമാറോ ഇതിനെപ്പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നതായിട്ടോ നമ്മളെവിടെയും കണ്ടിട്ടില്ല. ഇത്രയും നാളായിട്ട് ഒന്നും അയാൾക്കെതിരെ ചെയ്തിട്ടില്ല. പക്ഷേ സഞ്ജു ടെക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അടുത്ത് ചെയ്തു. എന്തുകൊണ്ടാണ്? അയാൾ ഒരു സാധാരണക്കാരനാണ്. അയാൾക്ക് ഈ പറയുന്ന പവർ എന്ന് പറയുന്ന സാധനമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമമാണ്. അത് ഒരാൾക്ക് മാത്രം കൊടുക്കാനുള്ള സാധനമല്ല. ഓക്കെ, ഇതിന് ശേഷമാണെങ്കിൽ മാതൃഭൂമി ന്യൂസിൽ ഒരു ആങ്കർ വന്നിരുന്നുണ്ട്, ഒരു തെമ്മാടിയായിട്ടുള്ളൊരു ആങ്കർ വന്നിരുന്നു, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് ഇവിടോട്ടൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം. ഈ സഞ്ജു ടെക് എന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരുപാട് അങ്ങേയറ്റത്തെ തോന്നിവാസം കാട്ടുന്ന ഒരുപാട് യൂട്യൂബർമാർ ഈ ലൈക്കും ഫോളോവേഴ്സിനും വേണ്ടി എന്തൊക്കെ തോന്നിവാസം കാട്ടുന്ന വാഹനമൊക്കെ തന്നെ തലകീഴായിട്ടൊക്കെ ഓടിക്കുക. ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരുപാട് എണ്ണം അത്തരക്കാർക്കൊക്കെ പൂട്ട് വീഴുമോ? ഓക്കെ, അന്യഗ്രഹ ജീവികൾ തലകീഴായിട്ട് വണ്ടി ഓടിക്കുന്നത്, ഇത് അയാളെ എന്ത് തേങ്ങയാണ് ഇയാൾ ഈ വിളിച്ച് പറയുന്നത്? ഇയാൾ എപ്പോഴാണ് കണ്ടത് സഞ്ജു ടെക് തലകീഴായിട്ട് വണ്ടി ഓടിക്കുന്നത്? ഇയാൾ ഇപ്പം ബാക്കിയുള്ളവരെയൊക്കെ ഏലിയനാണ്. അപ്പോൾ പിന്നെ ഇയാൾ ആരോട്? താൻ എപ്പോഴെങ്കിലും താൻ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? മനുഷ്യർക്കുണ്ടാകുന്ന മോന്തയാണെന്നുള്ളത് എനിക്കുള്ളത്. തൻ്റെ മോന്തയൊക്കെ ആണെങ്കിൽ നടു റോഡിൽ ഈ ടാറൊക്കെ ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ, നല്ല ഉണങ്ങി ചുട്ടു വഴുതിരിക്കുന്ന റോഡിൽ തൻ്റെ മോന്ത ഇട്ട് ഉരയ്ക്കണം. അപ്പം നിങ്ങൾക്കും കറക്റ്റ് ആ ഒരു ഏലിയൻ്റെ മുഖമാകും. യൂട്യൂബേഴ്സ് അല്ല എന്തോന്ന് ഏലിയൻസോ? ഇത് സ്പേസ് ചെയ്ത് വന്ന ജാതുവാണ് യൂട്യൂബേഴ്സ് അല്ല. നിങ്ങൾക്ക് ഈ കല്ല് അടിക്കുന്നതിനൊക്കെ എന്താണെന്നറിയാം ഈ പറയാനെ കൊണ്ട്? കുശുമ്പാണോ നിങ്ങൾക്ക്? അതോ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ തെമ്മാടിത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൻ്റെ കാര്യമായിട്ടാണോ ഇപ്പോൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്? നിങ്ങൾ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് ആദ്യം റദ്ദാക്കിയിട്ടില്ലായിരുന്നു. നിങ്ങൾ വെറുതെ കോടതി പോലും അങ്ങനൊരു വിധി പറയുന്നതിന് മുന്നേ, അങ്ങനെ ഒരു ശിക്ഷ സ്വീകരിക്കുന്നതിന് മുന്നേ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം അങ്ങ് അടിച്ചങ്ങ് ഇറക്കി. അപ്പം സഞ്ജു ബ്രോ എന്താണ് പറഞ്ഞത്? മീഡിയസ് പറയുന്നത് കള്ളമാണ്, എൻ്റെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ വന്ന് പറയുന്നത് ഒരു തെറ്റാന്നൂടെ? അതിൻ്റെ പേരിലാണോ ഇത്രയും വലിയ രീതിയിൽ താൻ വലിയ ഗീർവാണം അടിക്കുന്നത്? തന്നെയൊക്കെ ആരാ പിടിച്ച് ഈ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനാക്കിയിട്ടുള്ളത്? എന്തായാലും ബാക്കിയും കൂടെ കാണാം. ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടക്കാരനെ പൂട്ടിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ചിലരുടെയൊക്കെയെങ്കിലും ജീവൻ രക്ഷപ്പെടും. കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സുരക്ഷിതമെന്ന റോഡിലൂടെ വാഹനമെടുത്ത് പോകുമ്പോൾ ഇത്തരത്തിലുള്ള തെമ്മാടികൾ മൂലം നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം. എനിക്ക് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുന്നത് ഈ സംഭവത്തിന് ശേഷം ഇത്രയധികം ലൈക്ക് വീണ്ടും കൂടുകയാണ്. ഇത്തരത്തിലുള്ള ഒരു തികഞ്ഞ ഒരു പണക്കൊഴുപ്പിന്റെ അഹങ്കാരത്തിന്റെ പ്രതിരൂപമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈക്കും ഷെയറും കൂട്ടുമ്പോൾ അത് ഞാൻ ഇവിടുത്തെ നമ്മളെ പോലെയുള്ള ജനതയെ ഓർത്തുകൂടി ലജ്ജിക്കുകയാണ്. നമ്മൾ വിദ്യാസമ്പന്നരാണ്. അപ്പോൾ ഞാൻ ഈ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് ഒന്ന് അഭ്യർത്ഥിക്കുന്നുള്ളൂ, പോയി ഒരു അൺലൈക്ക് കൊടുക്കുക, അൺഫോളോ കൊടുക്കുക. ഇത്തരത്തിലുള്ള ജീവികളെ അത് മനുഷ്യരെന്ന് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഒരു പേക്കൂത്താണ്, ഒരു മതം പൊട്ടിയ രീതിയിലാണ് ഈ വ്യക്തി കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം സമൂഹത്തിന് എന്തായാലും ഒരു പുഴുക്കുത്താണ്. സമൂഹത്തിന് അങ്ങേയറ്റത്തെ ഒരു നമ്മളെ സംബന്ധിച്ചോളം അങ്ങേയറ്റത്തെ ഒരു ഹാനികരമായ ഒരു വ്യക്തിയായി മാറുകയാണ്. അരേ വാ,
എടേ LKG പിള്ളേർ ഇതിനെക്കാട്ടി നന്നായിട്ട് കുറ്റങ്ങൾ പറയൂടെ. അയാളുടെ അൺസബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് മോശം വിടണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പറയാം. എന്തുകൂടെ ഇത് LKG പിള്ളേരാണെന്ന് കൂടെ. നിങ്ങളൊരു മാധ്യമപ്രവർത്തകനല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വന്ന് സംസാരിക്കുന്നത്. പിന്നെ തെമ്മാടിയാണെന്ന് എന്തർത്ഥത്തിലാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? അയാൾ ഇത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടോ? നിങ്ങൾ ഈ IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ ശ്രീ വെങ്കട്ടരാമൻ ഇതുപോലെ മദ്യപിച്ച് വാഹനം പിടിച്ച ഒരാളെ കൊന്നപ്പോൾ അതൊന്നും പ്രശ്നമായിരുന്നില്ല. അവരെ ആരെ നിങ്ങൾക്ക് തെമ്മാടി എന്ന് വിളിക്കേണ്ട, ഒരു സാധനവും വിളിക്കേണ്ട. നിങ്ങൾ എന്ത് മാങ്ങാത്തൊല്ലേ നിങ്ങൾ ഇവിടെ കിടന്ന് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, എന്ത് മാങ്ങാത്തൊല്ലി നിങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടുത്തെ കേടാ നിങ്ങൾക്ക്? എവിടെ നിന്ന് നിങ്ങൾക്കാണെങ്കിൽ കുത്തിക്കാഴ പടക്കുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന്? ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് സഞ്ജു ടെക്കി അയാളാണെങ്കിൽ ഏലിയനാണ്, തലകീടായിട്ട് വണ്ടി ഓടിക്കുന്നു. അയാൾ എന്തോന്ന് ഇതെല്ലാവരും കണ്ടുകൊണ്ട് ചുമ്മാ മിണ്ടായിരിക്കുന്നു വിചാരിച്ചോ? ആളുകളുടെ കയ്യടി കിട്ടുമെന്ന് വിചാരിച്ചു? എൻ്റെ പൊന്നെ അമ്മാവ തന്തവൈ പഠിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിനൊരു മര്യാദ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഓക്കെ, അവരെല്ലാം യൂട്യൂബേഴ്സ് എല്ലാം വേറെ ഒരു രൂപമാണ് അവർക്ക്. എടേ, അതൊക്കെ കാലഘട്ടം മാറി എന്നുള്ളത് ഈ വെളിവില്ലാത്ത ഈ അമ്മാവരൊന്നും മനസ്സിലായിട്ടില്ലടേ. കാലഘട്ടം മാറി എന്നുള്ളത്. ഇന്ന് ഓരോ ആളുകളും അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. തൻ്റെ മുടി ഒന്ന് നീട്ടി വളർത്തുക, ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നത് മുടി നീട്ടി വളർത്തിയാൽ അവൻ കഞ്ചാവാണ്. ഇപ്പം ഈ തന്തവൈവ് മേടിക്കുന്ന ഈ അമ്മാവൻ പറയുന്നൊരു കാര്യം, ഇപ്പം യൂട്യൂബേഴ്സ് എല്ലാം അവരുടെ രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റൈലിഷ് ആയി കഴിഞ്ഞാൽ അവരെല്ലാം ഏലിയൻസ് ആണ് എന്നുകൊണ്ട് പറയുകയാണ്. എന്തോന്നറ ഇത്? ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്നല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ഇത്രയ്ക്ക് ബോധം വിവരമില്ലേ? എടേ, LKG പിള്ളേർ ഒരു ബുദ്ധിയെങ്കിലും ഇയാൾക്കൊന്ന് കാണിച്ചുകൂടെ? ഞാൻ സത്യം പറഞ്ഞാൽ നല്ല വർത്താനം പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ വീണ്ടും ഇരുന്ന് റീതിങ്ക് ചെയ്തിട്ടാണ് വേണ്ട, നമ്മൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ തിരിച്ച് സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം ഇയാൾ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് മാത്രമേ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിന് ശേഷം കലക്കവളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ, അയാൾ പറയുന്നൊരു കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം. സത്യം പറഞ്ഞാൽ ഇയാൾ മന്ത്രി ആയപ്പോഴത്തേക്കിന് നമുക്ക് കുറേ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒന്നുമല്ല, ഒരു പുല്ലുമല്ല. ആസ് യൂഷ്വൽ എല്ലാ മന്ത്രിമാരെയൊക്കെ പോലെ തന്നെ ആദ്യം കാണിക്കുന്ന ഒരു പ്രഹസനം, പിന്നീട് ബാക്കിയുള്ളവരെ പോലെ തന്നെയാണെങ്കിൽ തൻ്റെ സ്വതാല്പര്യങ്ങൾക്കനുസരിച്ച് ആൾക്കാരുടെ മുന്നിൽ കയ്യടി വാങ്ങാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ചില പേക്കൂത്തുകൾ മാത്രം. അതിൽ ഒരു കാര്യമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വെക്കുന്നത്. കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. വാഹനം യാത്ര ചെയ്യാനുള്ളതാണ്, അത് കൊല്ലാനുള്ളതല്ല. ലൈസൻസ് വണ്ടി ഓടിക്കാനുള്ളതാണ്, അത് വെച്ച് കൊല്ലാനുള്ളതാണ്. നിങ്ങളുണ്ടും കുട്ടികളെ വഷളാക്കുന്ന ഒരു പ്രകൃതം. ഇടത് ഒരു പയ്യൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക, അരാജകത്വം. കേരളത്തിൽ ആദ്യമായി കാണുന്നത് ഒരാളുടെ ലൈസൻസ് പരിപൂർണമായും അവസാനിപ്പിക്കുന്നത്. ഇനി അയാൾക്ക് ഇന്ത്യയിൽ എവിടെയും വണ്ടി ഓടിക്കാൻ പോകില്ല. മാത്രമല്ല, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. നിങ്ങളുടെ പേർക്ക് ഒരു ലൈസൻസ് സർട്ടിഫിക്കറ്റ് അവനെ എന്ത് ചെയ്യാൻ പോകുന്നത്? അതൊക്കെ വല്ല ബുദ്ധിയില്ലാത്തവരൊന്നും മതി. നമുക്ക് വല്ല പത്രബുദ്ധിയുണ്ട് പേര് വരുന്നത്. ഇവരുടെ പേര് നിയമ നടപടി വരും. ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് കൊണ്ട് പിടിച്ചെടുക്കും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് നമ്മളെല്ലാവരും മനസ്സിലായി. നിയമലംഘനം നടത്തി ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു, അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ് ഒരു മാതൃക. ചെറിയൊരു നമ്മുടെ ജയിലിലൊക്കെ പറയും, ജയിലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഏത് കള്ളം വന്നാലും ഒരു നടയടി വന്നു, പിന്നെ അവിടെ കഴിഞ്ഞ് ഒതുങ്ങി കഴിഞ്ഞോളൂ. ഞാൻ കണ്ടിട്ടില്ല, ഏതായാലും ഇതൊരു നടയടിയായിട്ട് കണ്ടാൽ മതി. കുഞ്ഞുങ്ങൾ ഒരിക്കലും ഇത്തരം തെറ്റായ കാര്യം അല്ല, എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു മന്ത്രിക്ക് ഈ ഒരു കേസിൽ എന്താണ് ഇത്ര വലിയ ശുഷ്കാന്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ എന്തോരം വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടേ, അതിലൊന്നും കണ്ണോടിക്കാതെ ഈ ഒരു കേസിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഇത്രയും വലിയൊരു കാര്യം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇയാൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ സഞ്ജു ടെക്കിക്കെതിരെ ഈ മണി ലോണ്ടറിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പൈസയൊക്കെ കണ്ടുകെട്ടാനുള്ള അവകാശം ഈ ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി സഞ്ജു ടെക്കിക്ക് ഇത്രയും ശിക്ഷാ നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു, അത്രയും നടപടി കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്തു. അതും പോരാഞ്ഞിട്ട് ഇനി ഇങ്ങനെയും കൂടെ. എടേ, സഞ്ജു ടെക്കിയുടെ സ്വന്തം കഴിവിന് സഞ്ജു ടെക്കി ഇത്രയും വലിയൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കൗണ്ട് ഉണ്ടാക്കിയെടുത്ത് വെളി രാജ്യത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഫോറിൻ മണി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് തന്നെ ടാക്സും അടച്ച് ഈ ടാക്സും വാങ്ങിച്ച് നക്കിയിട്ടാണ് ഇമാതിരി വെളിവുകേടൊക്കെ വിളിച്ച് പറയുന്നത്. ലേശം ഉളുപ്പ് നാണെന്ന് പറയുന്ന സാധനമൊന്നും ഇയാൾക്കില്ലോട് ഈ സംസാരിക്കുന്ന ആൾക്ക്. ഇയാളുടെ കൺമുന്നിൽ തന്നെ കിടക്കുന്ന സാധനങ്ങളാണ് ഈ KSRTCയുടെ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ശമ്പളം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? പിന്നെ KSRTCയുടെ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന റാഷ് ഡ്രൈവിങ്ങിനെതിരെ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? പിന്നെ ശ്രീ വെങ്കട്ടരാമൻ എന്നൊക്കെ പറയുന്ന ഇതുപോലുള്ള IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ച ആൾക്കാരെ കൊല്ലുന്നതിനെതിരെ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? ഇതൊന്നും നിങ്ങളുടെ കണ്ണിലൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ മന്ത്രി? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കണം. പിന്നെ സഞ്ജു ടെക്കി യൂട്യൂബർ ആണല്ലോ, യൂട്യൂബറിൻ്റെ അടുത്ത് എല്ലാവർക്കും പുച്ഛമാണല്ലോ. പിന്നെ സഞ്ജു ടെക്കിക്കെതിരെ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മീഡിയസ് ആണെങ്കിൽ ചെയ്യുമ്പോഴത്തേക്കിന് സഞ്ജു ടെക്കിക്ക് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു പിൻബലമോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പിൻബലമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ആർക്കും വേണമെങ്കിൽ കുതിര കയറാമല്ലോ. ഇതൊരാളെ വിടാതെ പിന്തുടർന്നുകൊണ്ട് അയാളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് യൂട്യൂബ് റവന്യൂ ആണ്. അപ്പം അയാളുടെ വരുമാന മാർഗം നിലയ്ക്കുന്ന രീതിയിൽ, അത് നിർത്തുന്ന രീതിയിൽ, ഒരാളുടെ ലൈഫ് സ്പോയിൽ എന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ എങ്ങനെ കഴിയുന്നതേ?
എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾ പോലും ചെയ്യാത്ത അത്രയും വലിയൊരു ക്രൈമാണല്ലോ സഞ്ജു ടെക്കി ചെയ്തേക്കുന്നത്. പിന്നെ യൂട്യൂബറിൻ്റെ അടുത്ത് എല്ലാവർക്കും പുച്ഛമാണ്, യൂട്യൂബ് ചെയ്യണ്ട. ഓക്കെ, നാളെ മുതൽ സഞ്ജു ടെക്കി യൂട്യൂബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് ചെയ്യേണ്ട, പകരം നമ്മുടെ നാട്ടിൽ അങ്ങനെ വന്ന് കയറാൻ പറ്റിയുള്ളൊരു ജോലി എന്താണ്? അങ്ങനെ ഇവിടെ എന്തെങ്കിലും ജോലി പരിപാടികൾ, കാര്യങ്ങൾ, തൊഴിലവസരങ്ങൾ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അഥവാ അങ്ങനെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലി അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കിന് ഒരു 10,000-നോ 12,000 രൂപയ്ക്കൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുക. ഈ പൈസയും കൊണ്ട് ഒരു കുടുംബം എങ്ങനെയാണ് കഴിയുന്നത്? വെറും 10,000 12,000 കൊണ്ട് എങ്ങനെ കഴിയൂടെ? നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അതൊന്നുമില്ലാതെ തൻ്റെ സ്വന്തം കഴിവ് കാണിച്ചിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ടാക്സും അടച്ചിട്ട് ഇത്തരം രീതിയിൽ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊന്നും സഹിക്കുന്നില്ലെങ്കിൽ ചുമ്മാതെ മിണ്ടാതെ വീട്ടിൽ ഇരിക്കണം. ഇയാൾ മന്ത്രിയായിട്ടൊക്കെ വന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ മാറ്റങ്ങളൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ നനഞ്ഞ വടക്കം പോലെ തന്നെയായിരുന്നു ഇയാൾ എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത്രയും വലിയ സഞ്ജു ടെക്കിനെ കിട്ടിയ അവസരം വെച്ചങ്ങ് മുതലാക്കുന്നുണ്ടല്ലോ താങ്കൾക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇത്ര പറയാനുള്ളൂ, സഞ്ജു ടെക്കിക്ക് ഒരു തെറ്റ് സംഭവിച്ചു, അതിന് നിങ്ങൾ ഇത്രത്തോളം ശിക്ഷയും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു. ഇനി എന്തിനാണ് അയാളുടെ ലൈഫിൽ ഇത്രത്തോളം കടന്നു കയറിയിട്ട്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം അയാളുടെ അടുത്ത് ചെയ്ത് കഴിഞ്ഞു. അയാളെ ഒന്ന് ജീവിക്കാൻ വിടറേ. ഇതൊരു റിക്വസ്റ്റാണ്.